വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കൊച്ചി കോർപ്പറേഷനിലെ പലയിടങ്ങളിലും കുടിവെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി. പേട്ടയിൽ നിന്ന് സഹിൻ ആന്റണിയും വൈറ്റിലയിൽ നിന്ന് സൈഫ്നിസ അലിയാരും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക്. സഹിൻ, ഈ മഴക്കാലത്ത് തന്നെ ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? രുചീഷ്, അത് തന്നെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം മാസങ്ങളായി ഞാൻ നിൽക്കുന്ന കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും ഒടുവിലത്തെ വാർഡാണ്. അവിടെ കുടിവെള്ളം ലഭിച്ചിട്ട് ഇത് തൊട്ടടുത്തേക്ക് തൃപ്പൂണിത്തുറയിലാണ്. അതായി കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഓരോ പൈപ്പുകളൊന്ന് പരിശോധിക്കാതാ. ഇതാണ് ഓരോ പൈപ്പുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ഈ പൈപ്പുകളിലൊന്നും തന്നെ വെള്ളമില്ല. ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി നട്ടം തിരിയുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഓരോ പൈപ്പുകളും, ഓരോ വീടുകളിലെയും പൈപ്പുകളുടെ സ്ഥിതി ഇതാ ഇങ്ങനെയൊക്കെയാണ്. ഒരിടത്തും വെള്ളം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പകരം ജനങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുകയും ഒപ്പം തന്നെ പലയിടങ്ങളിലേക്ക് പോയി വെള്ളം എടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഈ ആളുകളൊക്കെ നമ്മളെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. ഇവരുടെ ഒരു ദുരിതവും കഷ്ടപ്പാടും കാലങ്ങളായി തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറുണ്ട്, പുള്ളിക്കാരത്തിയോടൊക്കെ കാര്യം ചോദിക്കാം. എന്താണ്, വെള്ളമില്ലേ? വെള്ളം തീർത്തുമില്ല. രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ് പൂണിത്തുറ പ്രദേശം. അത് ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ള ആലുവ പമ്പ് ഹൗസിലുള്ള പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം. അതിക്ക് മുമ്പ് തന്നെ ഞാൻ ഈ റോഡിലെല്ലാം കുടിവെള്ള ടാങ്കർ അടിച്ചു കൊടുക്കുന്ന രീതി ഇവിടെ നിലവിലുണ്ട്. അത് ഒന്നിടവിട്ട് ദിവസമായാലും അന്ന് ടാങ്കർ ലോറിയും കിട്ടുമായിരുന്നു. ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പമ്പ് ഹൗസിനായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ടാങ്കർ ലോറി നമുക്ക് കിട്ടാതെയായി. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം വെള്ളക്ഷാമം നേരിട്ടത്. നമുക്ക് ഒന്നാമത്തേൽ കോർപ്പറേഷൻ്റെ ടെയിലെൻഡാണ് ഈ പൂണിത്തുറ പ്രദേശം. അപ്പോൾ പമ്പിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഉണ്ടെങ്കിലോ, മോട്ടോർ തകരാറോ എന്തുണ്ടെങ്കിലും ഞങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ടെയിലെൻഡിലേക്ക് വെള്ളം എത്തുന്ന നമുക്ക് ഏകദേശം ഒരു ഗാന്ധി സ്ക്വയർ വരെയൊക്കെ ഏകദേശം കുറേശ്ശെ എത്തുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് എത്താത്തൊരവസ്ഥയുണ്ട്. അത് പരിഹരിക്കാൻ ഞങ്ങൾ പല പ്രാവശ്യവും വാട്ടർ അതോറിറ്റിയിൽ AEIC, പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സൂപ്രണ്ടിങ് എഞ്ചിനീയർ എല്ലാവരും ഞങ്ങൾ നിരന്തരം രക്ഷയില്ല. എന്താ ഇവിടെ ആളുകളൊക്കെ എന്ത് പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടുണ്ട് ഇവിടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. അത് മാത്രമല്ല, ഇതിനു മുമ്പ് വെള്ളക്ഷാമം ഉണ്ടായപ്പോൾ ഞങ്ങൾ അസോസിയേഷൻ ഇടപെട്ട് 2 ആഴ്ചക്കാലം ഞങ്ങൾ വെള്ളം ജനങ്ങൾക്ക് ഇവിടെയുള്ള ഞങ്ങളുടെ ഈ 114 വീടുണ്ട് റെസിഡൻസ് അസോസിയേഷനിൽ, അവർക്കൊക്കെ ഞങ്ങൾ വെള്ളം അടിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്രയും രൂക്ഷമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ എവിടെയാണ് മോട്ടോർ വെച്ച് വെള്ളം എടുക്കണമെന്നുള്ള അന്വേഷിച്ച് അവർ നടക്കുകയാണ്, എന്നിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുക. അവർ വെള്ളം എയർ കയറി കഴിയുമ്പോഴത്തേക്ക് മോട്ടോർ വെച്ച് അത് കളഞ്ഞാലാണ് ഇപ്പോൾ വെള്ളം വീഴാൻ തുടങ്ങുന്നത്. അമ്മ, വെള്ളം കിട്ടാറുണ്ടോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര എന്ത് പറയാൻ, ഇങ്ങനെ ആൾക്കാർ വിഷമിച്ച് എത്ര നാളായി വിഷമിക്കണേന്നറിയാവോ? തന്നെയാണ് ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരല്ലേ, ഇതൊന്നും ഇടപെട്ട് തീർക്കാൻ പറ്റില്ല പ്രശ്നം. നാളെ കുറയല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെയും അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ വിശ്വസിച്ച് ഓഫീസിൽ പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്ന AXയെ കാണുമ്പോൾ ഒരു കാരണം പറയും, AEയെ കാണുമ്പോൾ വേറൊരു കാരണം പറയും, സൂപ്രണ്ടിങ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നിരന്തരം മാറി കയറി ഞങ്ങളിവിടെ നിന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചെന്ന എല്ലാ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ അറിയിച്ച. പക്ഷേ ഇവർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് അവർ ഓഫീസിലിരുന്നുള്ള സംവിധാനത്തെക്കുറിച്ചല്ലാതെ ഫീൽഡിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ല. ഫീൽഡിലേക്ക് വരാത്തത് അവർ പറയുന്നത്, ഞങ്ങൾ ഒരുപക്ഷെ അത്തരം ഈ വെള്ളം ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ രോഷം നിയന്ത്രിക്കാൻ കഴിയാത്ത വരുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ട് പോലും യഥാർത്ഥ വസ്തുത എന്താണെന്ന് പരിശോധിക്കാൻ അവർ ഇതുവരെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് വന്നിട്ടില്ല. എന്താ ചെയ്യണം? എങ്ങനെ ഇപ്പോൾ വെള്ളം സംഭരിക്കും? ഞങ്ങൾക്കിപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, മഴവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കുടിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. 1 വർഷക്കാലമായിട്ട് ഞങ്ങൾ പരസ്പരം കലഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ പോകുകയാണ്. വെള്ളം ഇപ്പോൾ ടാങ്കർ ലോറി കൊണ്ടുവന്നാൽ തന്നെ എല്ലായിടത്തും എത്തിക്കാൻ കഴിയാത്തത് മൂലം ആളുകൾ പരസ്പരം കലഹിക്കുന്നൊരു തല്ലുപിടിച്ച് വെള്ളം എടുക്കേണ്ട അവസ്ഥയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. പിന്നെ ചാമ്പിയിട്ടാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. അതെ. ഇവിടെ എല്ലാ വീട്ടിലും കൈപ്പൈപ്പ് ഉണ്ടോ? അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചാമ്പിയാണ് ഞങ്ങളിപ്പോൾ വെള്ളം എടുക്കുന്നത്. തീരെ വെള്ളം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ്.
വെച്ച് ചാമ്പിയാണ് ഞങ്ങളിപ്പോൾ വെള്ളം എടുക്കുന്നത്. ഇതൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ വരാൻ പറയാറില്ലേ? ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നൊക്കെ ആളുകൾ വരാറില്ലേ? വാട്ടർ അതോറിറ്റിയിൽ നിന്നൊന്നും ആരും വന്നിട്ടില്ല, ഈ പരിസരത്തേക്ക് എത്തുന്നില്ല. വന്നില്ല. ഈ ബില്ല് മേടിക്കാൻ വേണ്ടി വരാറുണ്ടോ? അത് കറക്റ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജും വരും, അവർ കട്ട് ചെയ്യാനും വരും, കട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് ഈ ബോട്ട് ഇപ്പം വെള്ളം പൈപ്പ് വലുതാക്കിയിട്ടോ ഇവിടെ വന്ന് നോക്കിയിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആലുവയിൽ പമ്പിങ് ഇപ്പോൾ ഡബിൾ ചെയ്താലേ ഈ 70% കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയണത്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ചെയ്യണമെങ്കിൽ അത് 600 കോടിയോ മറ്റോ വേണമെന്നാണ്. സർക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതല്ലേ? ആദ്യം ബില്ലൊക്കെ വരാറുണ്ട്. എനിക്ക് ബില്ല് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം വലിയൊരു തുകയുടെ ബില്ലാണ്, 1 രൂപയുടെ ബില്ലാണ് എനിക്ക് വന്നത്. 1 രൂപ. ഞാൻ വെള്ളം വന്ന് വീണാലില്ലേ, ഞാൻ ആ ബില്ല് പോകുന്ന വഴിക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ കുടിവെള്ളം മൈനറാ ബില്ല് വരുന്നത്. ഇങ്ങോട്ട് കാശ് തരും. ഇങ്ങോട്ട് കാശാണ്. എല്ലാവർക്കും അതൊക്കെ തന്നെയാണോ? എല്ലാവർക്കും അതൊക്കെ തന്നെ അവസ്ഥ. ഈ പ്രദേശത്ത് അങ്ങനെ തന്നെ കുറേ നാളുകളായി. ശരി സഹിന, ആ ആളുകളുടെ പരാതികൾ മനസ്സിലാകും. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് മഴവെള്ളം സംഭരിച്ച് ജീവിക്കുകയാണ് എന്ന് പറയുകയാണ് ആ അമ്മമാരൊക്കെ. കാരണം മഴ പോയി കഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ അവസ്ഥ എന്താകുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ സൈഫുനിസ കൂടി ചേരുകയാണ് വൈറ്റിലയിൽ നിന്ന്. സൈഫുനിസ, വൈറ്റിലയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? രുചീഷ്, നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ. എനിക്ക് പിന്നിൽ കാണുന്നത് ഈ കൊച്ചി കോർപ്പറേഷനിലെ 49-ാം വാർഡിലെ ആളുകൾ മുഴുവനാണ്. ഇവർ ഏകദേശം 1 മാസത്തോളമായി കുടിവെള്ളം കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ എനിക്ക് മുൻപിൽ കാണുന്നതൊക്കെ ഈ പാത്രങ്ങളാണ്. ഇവിടെയൊക്കെ ഈ കൗൺസിലർ ഇടപെട്ടൊക്കെ ഇപ്പോൾ ഈ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്ന ആ വെള്ളം കാത്തു നിൽക്കുന്നവരാണ് ഇതൊക്കെ. വീട്ടിലുള്ള സകലമാന പാത്രങ്ങളും എടുത്ത് പുറത്ത് വെച്ച് കഴിയാൻ പറ്റുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന പാത്രങ്ങളിലെല്ലാം വെള്ളം സൂക്ഷിക്കാമെന്നുള്ള അവസ്ഥയിലാണ്. പ്രായമായവരും ഒക്കെയാണ്. എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ട്? 15-20 ദിവസം മേലായി. 20 ദിവസത്തോളായി. കക്കൂസ പോയിട്ട് 1 മാസമായി. അതായത് ലോഡ്ജിൽ പോയി താമസിക്കും. ഞാനും ഭാര്യ 80 വയസ്സായി എനിക്ക്. 77 വയസ്സുള്ള എൻ്റെ ഭാര്യയും ഞങ്ങൾ ലോഡ്ജിൽ പോയി. മനുഷ്യന് ഭക്ഷണം കഴിക്കലല്ല ആവശ്യം, കക്കൂസ പോലാണ് ആവശ്യം. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് കോർപ്പറേഷൻ, എന്ത് ഭരണം? ഞാൻ പറഞ്ഞ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കഴിവുകളാണ് ഇതൊക്കെ സമയം. കുടിവെള്ളം മുടക്കുക എന്ന് പറഞ്ഞാൽ ലോകത്താരും ചെയ്യാത്ത കാര്യമാണിത്. ബാക്കിയെല്ലാം ശിക്ഷ കൊടുത്തോ, കുടിവെള്ളം മാത്രം മുടക്കരുത്. അരി സാധനങ്ങളൊന്നും കൊടുക്കണ്ട, റേഷൻ കൊടുക്കണ്ട. കുടിക്കുന്ന വെള്ളം മുടക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ അടക്കമുണ്ട്, ഇവർക്ക് കുളിക്കണം, ഭക്ഷണം കൊടുക്കണം, എന്ത് ചെയ്യുന്നു? വെള്ളമില്ലാഞ്ഞിട്ട് ടാങ്കർ വണ്ടിക്ക് വെള്ളം ഇറക്കിയാണ് ഇവിടെ കാര്യം. ഞങ്ങളുടെ കൗൺസിലറുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ കൗൺസിലറുടെ ആളായിട്ട് വരുമ്പോൾ വെള്ളം വരും. അവർ പോയി കഴിയുമ്പോൾ വീണ്ടും വെള്ളം നിന്ന് അതാണ് സ്ഥിതി. കൊച്ചുങ്ങളെ വിടാൻ പോലും വെള്ളമില്ല, കുളിപ്പിക്കാനും പ്രാഥമിക കാര്യം ചെയ്യാനും. ഈ പൈസ കൊടുത്ത് നമുക്ക് വെള്ളം അടിക്കാൻ മുതലാവില്ല. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഇവിടെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം. എത്ര ദിവസമായി? ഞങ്ങൾക്ക് 10-15-20 ദിവസങ്ങളേ വെള്ളമില്ല. പിന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്ക് കാല് പാടില്ലാത്ത കാരണം ഞാൻ പതുക്കെ അതിൽക്കൂടെ പോകുമ്പോൾ വഴിക്ക് വീഴുകയും ചെയ്യും. ഈ മഴവെള്ളം വന്നാൽ അത് പിടിച്ച് ഒഴിക്കും. അതന്നെ പിടിച്ച് കൊണ്ടുപോകാനുള്ള പറ്റണില്ല. മഴവെള്ളം കിട്ടിയിട്ട് അത്രയും കാല് വയ്യാത്ത ആൾക്കാരാണ്. വെള്ളം ഒറ്റയ്ക്ക് താമസിക്കണത് ആരുമില്ല പറയാൻ. ഈ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് എല്ലാവരും മക്കളൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ എങ്ങനെയാണ് ഈ വെള്ളമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ കുറേയൊക്കെ മഴവെള്ളമൊക്കെ പിടിച്ചു വെക്കും. പിന്നെ അടുത്ത കിണറ്റിലൊക്കെ പോയി കുറേയൊക്കെ കോരിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. നമുക്ക് കാണാം രുചീഷ്, എത്രയോ സ്ത്രീകളാണ് ഇവിടെ നിൽക്കുന്നത്. എത്ര ദിവസമായി? മാസത്തോളമായിട്ടാ. അങ്ങോട്ടൊക്കെ തിരിച്ചാണെങ്കിൽ നൂല് പോലെയാണെങ്കിൽ അവർ തുറന്നു വിടുമ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതുപോലും വരണില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഒട്ടും വരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് കിടപ്പായിട്ട് ആ പുള്ളിയുടെ കാര്യം കൊണ്ടും എനിക്ക് നോക്കാൻ പറ്റില്ല. എൻ്റെ കൈ ഒടിഞ്ഞിരിക്കണം, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക. വെള്ളം ചുമന്നുകൊണ്ട് പോകാനുള്ള അവസ്ഥ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടെങ്കിലും എത്തിക്കുമോയെന്ന് വയ്ക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങോട്ട് രോഗികളുടെ. വഴികളെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വഴിയാണ്, ഇടവഴിയാണ്. അപ്പോൾ വാഹനങ്ങൾ, വലിയ വാഹനങ്ങളിൽ കുടിവെള്ളം കൊണ്ടുവരാനും കഴിയില്ല, ചെറിയ വാഹനങ്ങളിലാണ്. പക്ഷേ ഇത്രയധികം ആളുകൾ, ഇവരുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് വെള്ളം എത്തുകയും വേണം. ഇത് ഈ ആലുവ പമ്പ് ഹൗസിലെ വെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല, അവിടെ നിന്ന് വെള്ളം അടിക്കുന്നതിന്റെ മാത്രമല്ല. ഏകദേശം 1 മാസത്തോളം ഇവർക്കൊക്കെ വെള്ളം കിട്ടിയിട്ട്, അതായത് അതിനു മുൻപും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഫോഴ്സ് കുറയുന്നത്? നേരത്തെയൊക്കെ ഇതിന് മുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരുന്നതാണോ? തീർച്ചയായിട്ടും 1 വർഷമായിട്ടുള്ള ഇവർക്ക് ഞാൻ പുതിയ വലിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് 2 ഇഞ്ച് പൈപ്പ്, 4 ഇഞ്ച് പൈപ്പ് അവിടെ വരെ വന്നിട്ട് 2 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വരെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ 1 മാസമായിട്ട് അനധികൃതമായിട്ട് സിൽവർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് അവിടെ ഫ്ലാറ്റുകൾ വരുന്നുണ്ട്, നന്മ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റുകാർ പൈപ്പിട്ട് മോട്ടർ വെച്ചടിക്കണേ. അതാണ് ഞങ്ങളുടെ പൈപ്പിൽ നിന്ന്. അത് 6 ഇഞ്ച് പൈപ്പ് വൈറ്റിലേന്ന് തൈക്കുടം ഭാഗത്തേക്ക് ഇട്ടിരിക്കണം. 6 ഇഞ്ച് പൈപ്പിൽ നിന്ന് ഈ നന്മ ഫ്ലാറ്റ് എന്ന് പറയുന്നവർ വെള്ളം അനധികൃതമായിട്ട് എടുക്കുക. ഉദ്യോഗസ്ഥരെ ആർക്കും അറിയില്ല.
അന്ന് തെളിവോടുകൂടി ഞങ്ങളിതേ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളത് പൊളിച്ച് നോക്കിയപ്പോൾ പൈപ്പ് വലിയ പൈപ്പുകൾ ഇട്ട് വെള്ളം അങ്ങോട്ട് കൊടുത്തേക്കണേണ്. പാവപ്പെട്ടവരോട് ആരും ഉണ്ടാവില്ല. അന്ന് അനധികൃതമായിട്ടാണ് 2 ഏക്സിമാരും, അതായത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ അവിടുത്തെ വാട്ടർ അതോറിറ്റിയിലെ ഏക്സി ഉഷ, അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏക്സി, അതേപോലെ കടവന്ത്രയിലെ ഏക്സി അവരൊന്നും അവരറിഞ്ഞിട്ടില്ല, ഈമാരറിഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെ അവർക്ക് വെള്ളം കിട്ടി? അവിടെ വരെ വെള്ളം വരുന്നുണ്ട്, അവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളമില്ല. എന്ത് ചെയ്യാം? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തിനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾ കൗൺസിലറിനോട് പറയും കുറച്ച് വെള്ളം അന്ന് വിടും, പിന്നെ വെള്ളമില്ല. പിന്നെ എന്താ ചെയ്യണ്ടേ? ഈ കൊച്ചുങ്ങളൊക്കെ വിടണ്ടേ? അതുങ്ങൾക്ക് ഇത്തിരി കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്നല്ല, ഇത്തിരി കുടിവെള്ളം. ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഉച്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് വെള്ളം വന്നില്ലെങ്കിൽ SCയുടെ അടുത്ത്, SCയാണ് ഞങ്ങൾക്ക് സമാധാനം പറയേണ്ടത്. SCയാണ് റിപ്പോർട്ട് ചെയ്യാത്തത്. നിങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിച്ചാൽ അറിയാം. റിപ്പോർട്ടായിട്ട് ഫോട്ടോ സഹിതം SCക്ക് കൊടുത്തിട്ടുണ്ട്. SC രതീഷ്, വാട്ടർ അതോറിറ്റിയുടെ. നാളെ ഉപരോധമാണ്. നാളെ ഉച്ചവരെ ഞങ്ങൾ നോക്കും. ഉച്ചവരെ നോക്കിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ, കാരണം നാളെ പമ്പിങ് ഉള്ള ദിവസമാണ്, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ അത് തല്ലിപ്പൊളും. ഫ്ലാറ്റിലേക്ക് കൊടുത്തേക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കൂലേ? ഞങ്ങളത് തല്ലിപ്പൊളിക്കും. ഞാൻ വിളിക്കാം സഹിനെ, വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും വരിക. കാരണം ഞങ്ങൾക്ക് വെള്ളം തന്നുകൊണ്ടിരുന്ന വെള്ളം സാധാരണക്കാരാണ്. ഒരു തുള്ളി വെള്ളം 800 രൂപ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നവരല്ല. മനസ്സിലായോ? ഇതിൽ തന്നെ എത്ര വാടകക്കാരുണ്ടെന്നറിയാം. എത്ര ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല വെള്ളത്തിന്. ഒരു മാസം ഞങ്ങള് കുളിക്കാൻ പറ്റണില്ല. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം വെച്ച് കഴിക്കുക. ഞങ്ങൾക്ക് അത്ര പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്തവർ. ഞങ്ങൾ 6000 രൂപ വാടകയും കൊടുത്ത്, കറണ്ട് കാശും കൊടുത്ത്, വെള്ളക്കാശും കൊടുത്ത്. വെള്ളക്കാശിന് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. കാശ് വന്ന് അവർ മേടിച്ചോണ്ട് പോകും, വെള്ളം തരൂല. ബില്ലൊക്കെ എത്ര വരുന്നത്? ബില്ലൊക്കെ ഞങ്ങൾക്ക് പിന്നെ 500, 1000 ഒക്കെ ഞങ്ങൾക്ക് 48 രൂപയാണ്. 1648 രൂപ ഈ ബില്ല് വന്നേക്കണം. 800 രൂപയുടെ വെള്ളം ഞങ്ങൾ അടിച്ചു. മീറ്റർ 800 രൂപയുടെ ബക്കറ്റ് ഞങ്ങൾ മേടിച്ചു. വണ്ടി വെള്ളം അതും തീർന്നു. 2 കൂട്ടർക്കും താമസിക്കണേ, വെള്ളം എടുക്കണ്ടേ? എന്ത് ചെയ്യണം? ഞങ്ങളും ജോലിക്കാരെന്നാണ് വീട്ടു ജോലി എടുത്ത് ജീവിക്കണതാ. അത് വാടകയും കൊടുക്കണം. നന്നായിട്ട് വെള്ളം പിന്നീടാണ് ഞങ്ങൾക്ക് വെള്ളം വരാണ്ടായത്. പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അത് വീണ്ടും ആ പഴയ അവതാളത്തിലായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ തന്നെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഇവിടെ പൊളിച്ച സമയത്ത്. സൈഫുനിസ, എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ നഗരത്തിലാണ് ഈ പാവങ്ങൾ ഇത്തരത്തിൽ ഒരു മഴക്കാലത്ത് കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും ഇത് അധികൃതരൊക്കെ അറിഞ്ഞിട്ടും ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുമെന്നാണ് ഇവർ പറയുന്നതും. മറ്റു